ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സനീറ്റ. കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കർഷക രജിസ്ട്രി. കൃഷിക്കുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഘടകങ്ങളിലൊന്നാണ് കർഷക രജിസ്ട്രി. കർഷക രജിസ്ട്രി പ്രവർത്തനക്ഷമമാക്കുന്നതിന്റെ ഫലമായി സർക്കാർ പദ്ധതികൾ വേഗത്തിലും സുതാര്യമായും കർഷകർക്ക് ലഭ്യമാകുന്നു. കൂടാതെ പേപ്പർ രഹിതവും സുഖകരമായുള്ള വിളവായ്പകൾ, തടസ്സമില്ലാതെ വിള സംഭരണം തുടങ്ങിയവ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ലളിതവൽക്കരിക്കുവാനുള്ള കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ പരിഹാരങ്ങൾ വികസിപ്പിക്കൽ കർഷക രജിസ്ട്രി സഹായമാകും. കേരളത്തിലെ PM കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ 30 ലക്ഷം കർഷകരെ കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രി ആപ്ലിക്കേഷനിലൂടെ സമർപ്പിക്കുന്ന കർഷകരുടെ വിവരങ്ങൾ ഉപയോഗിച്ച് ദേശീയ തലത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു കർഷക ID കർഷകർക്ക് ലഭ്യമാകുന്നു. ഇതുപയോഗിച്ച് കർഷകർക്ക് ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ മറ്റു രേഖകളൊന്നുമില്ലാതെ തന്നെ സുതാര്യമായും കാര്യക്ഷമമായും വേഗത്തിൽ ലഭ്യമാകും. കർഷക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കൃഷിഭവനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചാലുടൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രി ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് ആധാർ ലിങ്ക് ചെയ്ത് മൊബൈൽ ഫോണിൽ വരുന്ന OTP നൽകി ആധാർ കാർഡ്, തങ്ങളുടെ കൃഷിഭൂമി സംബന്ധിച്ച വിവരങ്ങൾ, കരമടച്ച രസീത് എന്നിവയുമായി ഒത്തുനോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 2025 ജനുവരി മാസങ്ങളിൽ പൂർത്തിയാക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കർഷകർക്ക് കർഷക രജിസ്ട്രിയിൽ വിവരങ്ങൾ ചേർക്കുന്നതിന് സ്വന്തമായി സാധിച്ചില്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെന്ററിലോ കോമൺ സർവീസ് സെന്ററിലോ കൃഷിഭവന്റെ സഹായം തേടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1800 425 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 047123091222 അല്ലെങ്കിൽ 23039990 2968 എന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്കോ വിളിക്കേണ്ടതാണ്. കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്തും കർഷക രജിസ്ട്രി ചെയ്യാവുന്നതാണ്. ഈ വർഷത്തെ കലപ്പുറം കാഴ്ച കാർഷിക പ്രദർശന വിപണന സാംസ്കാരിക കലാമേള ഡിസംബർ 20 മുതൽ 29 വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനത്ത് അരങ്ങേറും. 100-ലധികം പ്രദർശന വിപണന സ്റ്റാളുകൾ, കാർഷിക സെമിനാറുകൾ, B2B മീറ്റുകൾ, ഇൻക്യുബേറ്റർ സെന്റർ, കാർഷിക വായ്പാ സഹായ കേന്ദ്രങ്ങൾ, കാർഷിക പഠന ക്ലാസുകൾ, തദ്ദേശിക കലാകാരന്മാരുടെ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ കലപ്പുറം കാഴ്ചയോടനുബന്ധിച്ച് സംഘടിപ്പിക്കും.